26 മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തുകയും തുടർന്നുള്ള സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. 80 അടി ഉയരത്തിലാണ് ഈ പൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു വെള്ളച്ചാൽ രൂപീകരിക്കപ്പെട്ടതായി കണ്ടു. ഇപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവിടെ നല്ല ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഒരു പൊട്ടൽ വീണ്ടും ഉണ്ടായതായിട്ടാണ് ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത്. 80 ഫീറ്റ് മുകളിൽ നിന്ന് പാറ പൊട്ടിയിട്ടുള്ളത് ബ്ലോക്കായി ചെതറിയിരിക്കുകയാണ്. അതിലെ ഒരു ബ്ലോക്ക് താഴത്തേക്ക് പോയതിനെ തുടർന്നാണ് അവിടെ വെള്ളച്ചാൽ രൂപപ്പെട്ടത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു നിഗമനം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂറിൻ്റെ ഡ്രൈ സ്പെൽ ഉണ്ടായാൽ മാത്രമേ ഈ പൊട്ടൽ താഴത്തോട്ട് പോയിട്ടുണ്ടോ എന്നും ഏതാണ്ട് സോയിൽ പൈപ്പിംഗ് പോലെ താഴത്ത് നിന്ന് വെള്ളത്തെയോ മണ്ണിനെയോ റോഡ് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ തള്ളിപ്പോയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റുള്ളൂ. അത് പൂർണ്ണമായിട്ട് പരിശോധിക്കാതെ റിസ്ക് എടുത്തിട്ട് വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിടൽ കുറച്ച് ഗൗരവപ്പെട്ടതാണ്. ഇന്ന് രാത്രിയും പൂർണ്ണമായിട്ടുള്ള മഴ കാണുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടി ഒരു 2-3-4 ദിവസത്തേക്ക് മഴയുണ്ടാകുമെങ്കിലും പൊതുവിൽ മഴയ്ക്കൊരു ഒഴിവ് കാണുന്നുണ്ട്. ആ ഒഴിവ് കൂടി കരുതിയിട്ട് വേണം നമുക്ക് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ.